വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. നമ്മൾ ഇക്കണോമിക്സ് +1 സ്റ്റുഡൻസ് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. 8 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. 2-3 എണ്ണം നമുക്ക് വരയ്ക്കാനും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് തന്നെ മതി, നമുക്ക് ആവശ്യത്തിന് ജയിക്കാനുള്ള മാർക്ക് സ്റ്റാറ്റിയുടെ പോർഷന് നിങ്ങൾക്ക് ഒപ്പിക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കടക്കാം. ഓക്കെ, നമുക്ക് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയത് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മീൻ മീഡിയൻ മോഡ് കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. റാങ്ക് കോറിലേഷൻ 4 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. പ്രൈസ് ഇൻഡെക്സ് 4 മാർക്കിന് ചോദിക്കും. ഒജീവ് വരയ്ക്കാൻ 6 മാർക്കിനും 5 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ 4 മാർക്ക് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞത്, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ എത്രയായി? 8, 4, 12, 12, 4, 16, 16, 20, 25 മാർക്കോളായി. ഇതിലിപ്പോൾ മോഡൽ എക്സാം പേപ്പറിലും നമുക്ക് ഇതേപോലെ ഫ്രീക്വൻസി ടേബിളും മീൻ മീഡിയം മോഡും റാങ്ക് കോറിലേഷൻ വന്നിട്ടില്ല, ജൈവും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. സോ നമുക്ക് ഈ 5 ചോദ്യങ്ങളിൽ മിസ് ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മീൻ മീഡിയൻ മോഡ് കാണാനുള്ളതും റാങ്ക് കോറിലേഷൻസ് പ്രൈസ് ഇൻഡെക്സ് ആണ്. ഒജൈവും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഏത് മെത്തേഡാണ് നമുക്ക് ക്ലാസ് ഇന്റർവെല്ലിൽ നിന്ന് നോക്കാം. ഇൻക്ലൂസീവ് ആണോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആണോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ ക്ലാസ് ഇന്റർവെല്ലിൽ 5 ആണോ 10 ആണോ നോക്കാം, അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കണ്ടാൽ മതി. ഒജൈവ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഒജൈവിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം, ഒജൈവ് വരയ്ക്കാം. അതിൽ ലെസ് ദാൻ ഫ്രീക്വൻസി കാണുന്നതിനും മോർ ദാൻ ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസി കാണുന്നതിനും ഒക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ട് അത് ജസ്റ്റ് വരയ്ക്കാം, മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും മിസ് ചെയ്യുന്നില്ല. ഈ 3 പ്രോബ്ലം ആണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇതിലെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിസ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഒന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൂവ് മീൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഇതിലെ മീൻ കണ്ടുപിടിക്കാനായിട്ട് 2.5 മാർക്ക്, മീഡിയൻ കണ്ടുപിടിക്കാൻ 2.5 മാർക്ക്, ദെൻ പ്രൂവ് ചെയ്യണതിന് 1 മാർക്ക്, ദെൻ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് 2 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ 8 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ട് കിടക്കുന്നത്. ഇത് പ്രൂവ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഓരോന്നും ശരിയാക്കിയാൽ അവിടെ മാർക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ മീൻ മീഡിയം മോഡ് കണ്ടിന്യൂസ് സീരീസിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഇക്വേഷൻസ് മാത്രം പഠിച്ചിട്ട് ഓരോന്ന് എന്താന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഇന്റർവെല്ലും ക്വസ്റ്റ്യനിലെ ഫ്രീക്വൻസിയും. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മീൻ മീഡിയൻ മോഡ് കാണാനുള്ള ഇക്വേഷൻ എഴുതി വെക്കുക. കണ്ടിന്യൂസ് സീരീസ് ആണ്. മീന് കാണാനായിട്ട് സിഗ്മ FM ബൈ സിഗ്മ F ആണ്. സിഗ്മ FM ബൈ സിഗ്മ F ആണ് മീൻ കാണാനുള്ള ഇക്വേഷൻ. ദെൻ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L+N/2 - CF ബൈ F × H ആണ്. ഓക്കെ, ഇതാണ് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ. ദെൻ മോഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L+D1/D1+D2 × H ആണ്. ഇനി ഇത് ഓരോന്നും നമുക്ക് ചെയ്ത് വരാം. ഈ M എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്, CF എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് എക്സ്ട്രാ കള്ളി വരച്ചിട്ട് നമുക്കിവിടെ കാണിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് 2 എക്സ്ട്രാ ഇതിൽ തന്നെ നമുക്ക് വരയ്ക്കാം. നിങ്ങൾ എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആ ക്വസ്റ്റ്യനിലെ സ്കോറും അതുപോലെ ഫ്രീക്വൻസി എടുത്ത് എഴുതാം. എന്നിട്ട് മിഡ് വാല്യൂ നമ്മൾ ഇവിടെ എഴുതാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഇവിടെ എഴുതാം. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളൂ. മിഡ് വാല്യൂ എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെല്ലിന്റെ ആണ്. 0 to 10/2 എത്രയാണ്? 5. 10 + 20/2 15. 20 + 30/2 25. 30 + 40/2 35. 40 + 50/2 45. 50 + 60/2 55. 60 + 70/2 65. 70 + 80/2 എത്രയാണ്? 75. അപ്പൊ മിഡ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, FM കാണണം. FM എന്ന് പറയുന്നത് F × M ആണ്. അപ്പൊ FM നമ്മളിവിടെ കള്ളി കൊടുക്കുന്നുണ്ട്. FM എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, F × M. ഈ എമ്മിന് പകരം X ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. FX ബൈ സിഗ്മ F. മിഡ് വാല്യൂവിനെ X വാല്യൂസ് ആയിട്ട് എടുക്കുന്നവർക്ക് X എടുക്കാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാണ്, 4 × 5 20, 18 × 15 120, 10 × 2 15, then 15 × 35 5 2 5
9 into 45, 405, 55 into 7, 385, 65 into 5, 325, and 2 into 75, 150. ഇതിൻ്റെ ടോട്ടലാണ് നമുക്ക് ആവശ്യം. സോ അതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുവെക്കുമ്പോൾ 2180 ആണ് നമുക്ക് സിഗ്മ എഫ് എം അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് വരുന്നത്. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസികൾ ഏതാ? 4 അതേപോലെ ഇടാം. 4 + 8 എത്രയാണ്? 12 ആണ്. 12 + 10 22. ഇതിങ്ങനെ ഇങ്ങനെ കൂട്ടി എഴുതാം. 22 + 15 37 + 9 46 + 7 53 + 5 58 + 2 60. ഓക്കെ, കുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്കൊന്നുമില്ല, ഇത് രണ്ടും നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. 3 കാണാൻ പറയുമ്പോൾ മിഡ് വാല്യൂ കണ്ടുവയ്ക്കുക, എഫ് എം അല്ലെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക, എഫ് എക്സ് കണ്ടുപിടിക്കുക, സി എഫ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? സിഗ്മ എഫ് എം നമുക്ക് എത്ര കിട്ടിയത്? 2180 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നത് 60 ആണ്. നമുക്ക് ഇക്വേഷൻ ചെയ്യുമ്പോൾ 36.33 മീൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം അല്ലേ? മീഡിയൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മീഡിയന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം. മീഡിയനിലെ L + n/2 - CF/F × H. ഇതിലെ നമ്മൾ n/2 നമ്മൾ ആദ്യം ചെയ്യുക. n/2 എന്ന് പറഞ്ഞാൽ 60/2 ആണ്. അത് 30. ആ 30 വരുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ എവിടെ നോക്കാം. 30 എവിടെ വരുന്ന? 37 അല്ലേ? അത് നമ്മൾ വട്ടിട്ട് വെക്കുക. കാരണം എന്താണെന്നറിയോ? അതാണ് നമ്മളെ മീഡിയൻ ക്ലാസ്. അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. കണ്ടോ, ഇത് വട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അത് വെച്ചിട്ട് അതിലുള്ള ലോവർ ലിമിറ്റ് എത്രയാണ്? നമ്മളെ മോഡൽ ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് എത്രയാണ്? 30 ആണ്. അപ്പോൾ നമ്മൾ 30 എഴുതി. n/2 നമുക്ക് 30 കിട്ടിയിട്ടുണ്ട്. സി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മേലുള്ള ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 22 ആണ്. ദെൻ എഫ് എന്ന് പറഞ്ഞാൽ ആ സെയിം ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 15 ആണ്. ദെൻ എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലിൽ 10 ആണ്. നമ്മളിത് എന്ത് ചെയ്യുക? ഇതങ്ങോട്ട് എഴുതുക. 30 + 30 - 22/15 × 10. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോർഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒരുപാട് കുട്ടികൾക്ക് തെറ്റ് വരാറുണ്ട്. 30 - 22/15 ആദ്യം ചെയ്യുക, പിന്നീട് ഇൻഡ്യൂട്ട് ചെയ്യുക, ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക. ഈ ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. ആദ്യം നമ്മൾ 30 - 22/15 × 10 അത് നമ്മൾ ആദ്യം ചെയ്യുക. അത് നമുക്ക് ചെയ്യുമ്പോൾ 5.33 ആണ് വരിക. എന്നിട്ട് ലാസ്റ്റ് 30 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 35.33 കിട്ടി. എന്താ? മീഡിയം. ഇനി നമുക്ക് മോഡ് കണ്ടുപിടിക്കണം അല്ലേ? മോഡ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ L + d1/d1 + d2 × h. ഇവിടെ d1 എന്ന് പറയുന്നത് നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി 15 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ നോക്കാം. ഈ 15ന്റെ മുകളിലുള്ളത് 10 ആണ്. ആ 15ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് d1. കേട്ടോ, 15ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് d1. d2 എന്ന് പറഞ്ഞാൽ ആ 15ഉം അതിന്റെ തൊട്ട് താഴെയുള്ളത് 9 തമ്മിലുള്ളതാണ് d2. ഇനി എന്താ? പഴയ പോലെ തന്നെയാണ്. 30 + 5/5 + 6 × 10. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇത് ചെയ്യുക, പിന്നെ ഇൻറ്റു ചെയ്യുക, പിന്നെ 30 ചെയ്യുക. 30 + 4.54 ആണ് വരുന്നത്. അപ്പം 34.54 വരും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? മോഡും കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? മീനിനേക്കാൾ വലുതാണ് എന്ത്? ചെറുതാണ് മീഡിയൻ, അതിനേക്കാൾ ചെറുതാണ് മോഡ്. എത്രയാണ് നമുക്ക് മീൻ കിട്ടിയത്? എത്രയാണ്? 36.33 ആണ്. അതിനേക്കാൾ ചെറുതാണ് എത്ര? മീഡിയൻ 35.33 ആണ്. അതിനേക്കാൾ ചെറുതാണ് എന്ത്? മോഡ് 34.4. ഇതേപോലെ എഴുതണം പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു മാർക്ക്, ഈ മാർക്കൊക്കെ നമുക്കിവിടെ കിട്ടും. 8 മാർക്ക് ഓക്കെയാണ്. ഇക്വേഷൻസ് പഠിക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഓരോന്നും എന്താണെന്നറിയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് റാങ്ക് കോറിലേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് റാങ്ക് കോറിലേഷൻ, ഓൾസോ ഗീവ് റാങ്ക്സ്. ഇതിൽ സാധാരണ റാങ്ക് നമുക്ക് തരാറുണ്ട്. ഇതിൽ റാങ്ക് തന്നിട്ടില്ല, കാരണം റാങ്ക് കൊടുക്കാൻ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേന് R1 നമുക്ക് കൊടുക്കാം, രണ്ടാമത്തെ റാങ്ക് കൊടുക്കണേന് R2 നമുക്ക് കൊടുക്കാം. റാങ്ക് എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കിന് ഒന്നാമത്തെ റാങ്ക് കൊടുക്കുക, പിന്നെ ഇവിടെ രണ്ടാമത്തെ റാങ്ക്, ദെൻ ഇവിടെ മൂന്നാമത്തെ റാങ്ക്, നാലാമത്തെ റാങ്ക്, അഞ്ചാമത്തെ റാങ്ക്. കണ്ടോ, ഇങ്ങനെ ഏറ്റവും കൂടുതലുള്ള മാർക്കിന് ഒന്നാമത്തെ റാങ്ക് കൊടുക്കുക. ഇതേപോലെ നമ്മൾ റാങ്ക് കൊടുത്തു കഴിയണം. അതേപോലെ R2 എന്ന് വെച്ചാൽ എന്താ? ബിയിലുള്ള വാല്യൂസ് നോക്കാം. ബിയിലുള്ള ഏറ്റവും കൂടുതലുള്ള വാല്യൂസ് നമ്മൾ ആദ്യം എടുക്കാം. ബിയുടെ വാല്യൂ ആദ്യം നോക്കണം. ബിയിൽ ഏറ്റവും കൂടുതൽ ഹൈ വാല്യൂസ് ഇവിടെയാണ്. ദെൻ ഇതാണ് മൂന്നാമത്തേതാണ്, ദെൻ ഇതാണ്
3 4 5. ഇനി ഡി കാണാം, ഡി സ്ക്വയർ കാണാം. ഇതിൽ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ക്യൂബ് മൈനസ് n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ സ്പിയർമാൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് എക്സാമിന് വരിക. സ്പിയർമാൻസ് റാങ്ക് റിലേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദ്യം പറയാറ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പിയർമാനിലെ ഡി കാണണം, ഡി സ്ക്വയർ കാണണം. ഡി എന്ന് പറഞ്ഞാൽ R1 മൈനസ് R2 ആണ്. R1 എന്ന് പറയുന്നത് 5 മൈനസ് 1 4, 3 മൈനസ് 4 മൈനസ് 1, 1 മൈനസ് 2 മൈനസ് 1, 4 മൈനസ് 3 1, 2 മൈനസ് 5 3. ഓക്കെ, 2 മൈനസ് 5 എന്ന് 2 മൈനസ് 5 3 മൈനസ് 3. ഓക്കെ, ഇതാണ് നമ്മുടെ റീ. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡി സ്ക്വയർ കാണാം 4 4, ഇതിൻ്റെ ഒന്നുകൂടി സ്ക്വയർ 4 4 16 1 1 1 ആൻഡ് 9. ഇനി ഇത് ടോട്ടൽ ചെയ്ത് വെക്കാം. ഇതാണ് സിഗ്മ ഡി സ്ക്വയർ 28 നമുക്ക് വരും ടോട്ടൽ. നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. 1 മൈനസ് 6 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 എണ്ണല്ലേ ഉള്ളത്, n 5. അപ്പോൾ 5 ക്യൂബ് മൈനസ് 5 എന്ന് വരും. ഇതിൽ ഒന്നിന് നമ്മൾ ഇവിടെ മാറ്റി നിർത്താം. എന്നിട്ട് ആദ്യം ഇത് വേണം ചെയ്യാനായിട്ട്. ഒന്നിന് അവിടെ നിർത്തിയിട്ട് 6 ഇൻറ്റു 28 എത്രയാണ്, 168 ഡിവൈഡഡ് ബൈ 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 175 മൈനസ് 5 വരും. ഒന്ന് ഇവിടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, നിങ്ങളത് എടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 0.98 ആണ്. നമുക്ക് ആൻസർ 0.02 വരും. റാങ്ക് കോറിലേഷൻ എളുപ്പമല്ലേ? ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡി സ്ക്വയർ കണ്ടാൽ മാത്രം മതി. ഡി സ്ക്വയർ എന്ന് വെച്ചാൽ ഒരു റാങ്കിൽ നിന്ന് മറ്റേ റാങ്ക് മൈനസ് അതിൻ്റെ സ്ക്വയർ കാണാം. ഓക്കെ, ദെൻ മൂന്നാമത്തേതാണ് അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് കാണാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്റെ. ഇവിടെ അഗ്രിഗേറ്റ് പ്രൈസ്, സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രൈസ് 1991 പി തന്നിട്ടുണ്ട്, 2001 പി തന്നിട്ടുണ്ട്. ഇതിൽ കറണ്ട് ഇയർ ആണ് P1, ബേസ് ഇയർ ആണ് P0. കറണ്ട് ഇയർ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ്, അത് 2001 ആണ് P1, ഇത് P0 ആണ്. രണ്ടിൻ്റെയും ടോട്ടൽ നമുക്ക് ആവശ്യമാണ്. കാരണം സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് വഴി എങ്ങനെയാണ് പ്രൈസ് ഇൻഡെക്സ് കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് ഈക്വൽ ടു സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ്. സിഗ്മ P1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതി വെക്കണം കേട്ടോ. നമുക്ക് P1ഉം P2ഉം തെറ്റരുത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P1 ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ P1 മേലെ എഴുതണം. P1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് നമ്മളെ കറണ്ട് ഇയറിലത്തെ പ്രൈസ് ആണ്. അതായത് 4 + 7 + 6 + 9 26 ആണ് ഇവിടെ വരിക. ഇനി ബേസ് ഇയർത്ത് നമുക്കറിയണം 4 + 6 + 5 + 8 ആണ്. അപ്പം 23 ആണ് വരിക. ഇനി എന്ത് ചെയ്യുക, 26/23 ഇൻറ്റു 100 ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് അറിയാം. 26/23 ഇൻറ്റു 100 നമുക്ക് 130.04 വരും പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ കറണ്ട് ഇയറിനേക്കാൾ പ്രൈസ് കൂടിയിരിക്കുന്നു, അല്ല ബേസ് ഇയറിനേക്കാൾ കറണ്ട് ഇയറിൽ പ്രൈസ് കൂടിയിരിക്കുന്നു എന്നർത്ഥം. കണ്ടോ, നമുക്ക് കൂടിയിരിക്കുന്നു. 6 7 ആയി, 5 6 ആയി, 8 9 ആയി അല്ലേ. എത്ര പെർസെൻറ്റേജ് കൂടി എന്ന് പറയുക, 13.04% ഇൻക്രീസ് ആണ് പ്രൈസ് എന്നാണ് അർത്ഥം. അത് 100ന്റെ മുകളിൽ പോയാലാണ് നമ്മൾ ആ പ്രൈസ് ഇൻഡെക്സ് അങ്ങനെ എഴുതാം. ഓക്കെ, ഇപ്പം 3 പ്രോബ്ലം നമ്മൾ ചെയ്തത്. റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ, ദെൻ ഒരു മീൻ മീഡിയം മോഡ് കാണാനുള്ളത്. ഈ പ്രോബ്ലംസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ഒജയെ വരയ്ക്കാനും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.